നമസ്കാരം, ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രംപ് ഡോക്യുമെന്ററി വിവാദം ക്ഷമാപണം നടത്തി BBC അധ്യക്ഷൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ പ്രസംഗം എഡിറ്റ് ചെയ്ത് ചേർത്ത് തെറ്റായ തീരുമാനത്തിൽ ബ്രിട്ടീഷ് മാധ്യമം BBCയുടെ അധ്യക്ഷൻ സമീർ ഷാ ക്ഷമാപണം നടത്തിയത്. വിഷയത്തിൽ BBC ഡയറക്ടർ ജനറൽ ടിം ഡേവി, വാർത്താ വിഭാഗം മേധാവി ഡെബോറ ഡോണിസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. ട്രംപിന്റെ പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ഇത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നുവെന്നും സമീർ ഷാ പറഞ്ഞു. ഈ വർഷം ആദ്യം BBC നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയിരുന്നു. നടപടി അന്നേ വേണ്ടിയിരുന്നതായിരുന്നുവെന്നതും BBC അധ്യക്ഷൻ സമ്മതിച്ചു. സ്വതന്ത്ര പൊതുസ്ഥാപനമായ BBC വിശ്വാസ്യത വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും സമീർ ബ്രിട്ടീഷ് MPമാർക്ക് എഴുതിയ കത്തിൽ വ്യക്തമാക്കി. 2021 ജനുവരിയിലെ US ക്യാപിറ്റോൾ കലാപത്തിന് ട്രംപ് പ്രേരിപ്പിച്ചെന്ന തോന്നലുണ്ടാക്കും വിധം 2 വ്യത്യസ്ത പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തുവെന്നാണ് ഡോക്യുമെന്ററിക്കെതിരെ ഉയർന്ന വിമർശനം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പാണ് സംപ്രേഷണം ചെയ്തത്. എഡിറ്റിംഗിൽ പക്ഷപാതം കാട്ടിയെന്ന ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഈയിടെ ചോർന്നതോടെയാണ് വിവാദമായത്. ഗാസ യുദ്ധം റിപ്പോർട്ട് ചെയ്തതിൽ BBCയുടെ അറബ് ചാനൽ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ സ്വയം വരുത്തിവെച്ചതെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പുതിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നിൽ പാകിസ്ഥാന്റെ പിടിവാശിയും യുക്തിരഹിതമായ സമീപനവുമാണെന്ന് അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുസ്താഖി പറഞ്ഞു. പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ താലിബാൻ സർക്കാരിനെ സംബന്ധിച്ച് പ്രായോഗികമോ സ്വീകാര്യമോ അല്ലാത്തതുകൊണ്ടാണ് അടുത്തിടെ ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണമെന്ന് മുത്താഖി പറഞ്ഞു. പാകിസ്ഥാനിൽ സമാധാനം ഉറപ്പാക്കാനും താലിബാൻ പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാനും പാകിസ്ഥാൻ താലിബാനുമേൽ സമ്മർദ്ദം ചെലുത്തിയതായി മുത്താഖി വെളിപ്പെടുത്തി. പാകിസ്ഥാനിൽ ഞങ്ങൾ സമാധാനം ഉറപ്പാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ അവരുടെ സേനകൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, അദ്ദേഹം പറഞ്ഞു. TDPയെ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതായും ഈ വ്യവസ്ഥ ഒരിക്കലും നടപ്പാകില്ലെന്നും മുത്താഖി കൂട്ടിച്ചേർത്തു. തങ്ങളുടെ രാജ്യത്തിനകത്തുള്ള ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയായ TDP ഭീകരർക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചാരോപിച്ചിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ അവർ സ്വയം വരുത്തിവെച്ചതാണെന്ന് പറഞ്ഞ മുത്താഖി ഈ ആരോപണം തള്ളി. കഴിഞ്ഞ 25 വർഷമായി TDP പാകിസ്ഥാനിൽ സജീവമാണ്. അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. പാകിസ്ഥാൻ സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിൽ പരാജയപ്പെട്ടു. അതിന്റെ കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരരുതെന്നും മുത്താഖി പറഞ്ഞു. അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് വ്യോമാക്രമണങ്ങളും ഡ്രോൺ പറക്കലുകളും പാകിസ്ഥാൻ അനുവദിക്കുന്നതായി ആരോപണം ഉന്നയിച്ച മുത്താഖി അത് ഉടനടി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ എല്ലാ അയൽക്കാരുമായും സമാധാനപരമായ ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് മുത്താഖി ആവർത്തിച്ചു പറഞ്ഞു. പരസ്പര ബഹുമാനത്തിലൂടെ മാത്രമേ സ്ഥിരത കൈവരിക്കാൻ കഴിയൂ എന്നും മുത്താഖി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ TDP ഭീകര സാന്നിധ്യം താലിബാൻ ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴും സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഗ്രൂപ്പിലെ ഏകദേശം 6000 അംഗങ്ങൾ അഫ്ഗാൻ പ്രവിശ്യയിലുടനീളം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. റഷ്യൻ ഹെലികോപ്റ്റർ തകർന്നു വീണു. 5 പ്രതിരോധ മേഖലാ ഉദ്യോഗസ്ഥർക്ക് ദാരുണാന്ത്യം. റഷ്യൻ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏവിയേഷൻ കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ആച്ചീസു ഗ്രാമത്തിന് സമീപമാണ് KA-226 ഹെലികോപ്റ്റർ തകർന്നു വീണത്. കാസ്പിയൻ കടൽത്തീരത്ത് ഹെലികോപ്റ്റർ ഇറക്കാൻ പൈലറ്റ് ശ്രമിച്ചുവെങ്കിലും ഒടുവിലത് കരാബുഡാക് ജില്ലയിലെ ഒരു സ്വകാര്യ വസതിയുടെ മുറ്റത്ത് തകർന്നു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്നുണ്ടായ തീപിടുത്തം ഏകദേശം 80 ചതുരശ്ര മീറ്റർ സ്ഥലത്തേക്ക് വ്യാപിച്ചു. പിന്നീട് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീയണച്ചത്. മരിച്ചവരിൽ KEMZ കമ്പനിയിലെ ഡെപ്യൂട്ടി ജനറൽ ഡയറക്ടറും ചീഫ് എഞ്ചിനീയർ, ചീഫ് ഡിസൈനർ, ഹെലികോപ്റ്ററിന്റെ ഫ്ലൈറ്റ് മെക്കാനിക്കൽ എന്നിവരും ഉൾപ്പെടുന്നു. അപകടത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ദാരുണമായ ഈ അപകടം നടന്ന നിമിഷങ്ങൾ വീഡിയോയിൽ കാണുകയും ചെയ്യാം. ആദ്യം കടൽ തീരത്തിനടുത്തുള്ള മണൽപ്പരപ്പിൽ നിന്ന് പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടെ ഹെലികോപ്റ്റർ അപകടകരമായി ചെരിയുന്നത് കാണാം. നിമിഷങ്ങൾക്ക് ശേഷം താഴെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ സ്ഥിരത കൈവരിക്കാൻ പാടുപെട്ട് അത് വെള്ളത്തിന് മുകളിൽ താഴ്ന്നു പറക്കുന്നു. ആഴം കുറഞ്ഞ വെള്ളത്തിന് മുകളിലൂടെ ചെറുതായി ഉയർത്താൻ പൈലറ്റ് കഴിഞ്ഞുവെങ്കിലും ഉടൻ തന്നെ നിയന്ത്രണം നഷ്ടമാവുകയും വിമാനം താഴേക്ക് പതിക്കുകയും ചെയ്തു.
താരിഫ് നയം അമേരിക്കയെ സമ്പന്നമാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. തന്റെ കടുത്ത താരിഫ് നയങ്ങൾ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ആദരിക്കപ്പെടുന്നതുമായ രാജ്യമാക്കി മാറ്റിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തന്റെ താരിഫ് നയത്തെ ന്യായീകരിച്ച ട്രംപ് അതിന്റെ എതിരാളികളെ വിഡ്ഢികളെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫുകളുടെ നിയമസാധുതയെക്കുറിച്ച് US സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് താരിഫ് നയത്തെ ന്യായീകരിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ. താരിഫുകളെ എതിർക്കുന്നവർ വിഡ്ഢികളാണ്. നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നവും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതുമായ രാജ്യമാണ്. പണപ്പെരുപ്പം ഏതാണ്ടല്ല, ഓഹരി വിപണി റെക്കോർഡ് വിലയിലുമാണ്. നമ്മൾ ട്രില്യൺ കണക്കിന് ഡോളറുകൾ നേടുന്നുണ്ട്. താമസിക്കാതെ നമ്മുടെ 37 ട്രില്യൺ ഡോളറിന്റെ ഭീമമായ കടം വീട്ടാനും തുടങ്ങാം. US-ൽ റെക്കോർഡ് നിക്ഷേപമാണ് നടക്കുന്നത്. എല്ലായിടത്തും പ്ലാന്റുകളും ഫാക്ടറികളും ഉയർന്നു വരുന്നു. എല്ലാവർക്കും കുറഞ്ഞത് $2000 വീതം ലാഭവിഹിതം നൽകുമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. തന്റെ താരിഫ് നയം ആഭ്യന്തര നിക്ഷേപത്തിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായെന്നും താരിഫുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ബിസിനസ്സുകൾ അമേരിക്കയിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒരു വിദേശ രാജ്യവുമായുള്ള എല്ലാ വ്യാപാരവും നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അനുവാദമുണ്ട്. അത് താരിഫിനേക്കാൾ എത്രയോ ഗൗരവമേറിയ കാര്യമാണ്. ഒരു വിദേശ രാജ്യത്തിന് ലൈസൻസ് നൽകാനും അനുവാദമുണ്ട്. എന്നാൽ ദേശീയ സുരക്ഷയുടെ അവകാശങ്ങൾക്കായി പോലും ഒരു വിദേശ രാജ്യത്തിനുമേൽ ലളിതമായ ഒരു താരിഫ് ചുമത്താൻ അനുവാദമില്ലെന്നാണോ എന്നും ട്രംപ് ചോദിച്ചു. താരിഫുകൾ കാരണം മാത്രമാണ് വ്യാപാര സ്ഥാപനങ്ങൾ അമേരിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഫിലിപ്പീൻസിൽ നാശം വിതച്ച് ഹങ്വോങ് ചുഴലിക്കാറ്റ് 10 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഫിലിപ്പീൻസിൽ നാശം വിതച്ച് ഹങ്വോങ് ചുഴലിക്കാറ്റിൽ 2 പേർ മരിച്ചു. 10 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ലൂസിയോണിലെ അറോറയിലാണ് സംഭവം. അതീവ ചുഴലിക്കാറ്റാണ് പ്രദേശത്ത് ആഞ്ഞടിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ പ്രധാന ദ്വീപും ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപുമാണ് അറോറ. 185 കിലോമീറ്റർ മുതൽ 230 കിലോമീറ്റർ വരെ വേഗത്തിലായിരുന്നു കാറ്റ് വീശിയതെന്ന് ഫിലിപ്പീൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പ്രദേശത്ത് ശക്തമായ മഴയും അനുഭവപ്പെട്ടു. ഇസ്ബല പ്രവിശ്യയിലെ സാന്റിയാഗോയിൽ നിരവധി വീടുകൾ തകർന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ തീരുവ കുറയ്ക്കാൻ പദ്ധതിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുമായി യുക്തിപൂർവമായ ഇടപാടിന് ഒരുങ്ങുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം മൂലമാണ് ഇന്ത്യ ഇത്രയും ഉയർന്ന തീരുവകൾ നേരിടേണ്ടി വന്നതെന്ന് ട്രംപ് പറഞ്ഞു. കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയതായും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. Well, right now the tariffs are very high on India because of the Russian oil, and they've stopped doing the Russian oil. It's been reduced very substantially. Yeah, we're going to be bringing the tariffs down. What kind of level are we talking about here? I mean, at some point, we're going to be bringing them down. Without tariffs, this country would be in such trouble, as they were for many years. That's why we owe $38 trillion. റഷ്യൻ എണ്ണ കാരണമാണ് ഇന്ത്യയുടെ മേൽ ഉയർന്ന തീരുവ ചുമത്തിയത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഗണ്യമായി നിർത്തിയിരിക്കുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ തീരുവ കുറയ്ക്കാൻ പോകുകയാണ്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അത് കുറയ്ക്കും, ട്രംപ് കൂട്ടിച്ചേർത്തു. റഷ്യയുമായുള്ള ന്യൂഡൽഹിയുടെ ഊർജ്ജ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റിൽ ഇന്ത്യൻ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച മാസങ്ങൾക്ക് ശേഷമാണ് US പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ വരുന്നത്. യുക്രൈൻ അധിനിവേശവും യുദ്ധവും അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റിനെ പ്രേരിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദതന്ത്രമായാണ് ഈ നടപടി വിലയിരുത്തപ്പെട്ടത്. അതിനുശേഷം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു. ആദ്യമായി ഈ അവകാശവാദം ഉന്നയിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ഇരു നേതാക്കളും തമ്മിൽ ഫോൺ സംഭാഷണം നടന്നുവെന്ന വാർത്ത ഇന്ത്യ നിഷേധിക്കുകയും അങ്ങനെ ഒരു സംഭാഷണത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച നടക്കുന്ന വ്യാപാര ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയുമായി ഒരു കരാറുണ്ടാക്കുകയാണ്. മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്ന്. ഇപ്പോൾ അവർക്കെന്നെ ഇഷ്ടമല്ല, പക്ഷെ അവർ ഞങ്ങളെ വീണ്ടും സ്നേഹിക്കും. ഞങ്ങൾക്ക് ന്യായമായ ഒരു നിലപാടുണ്ടാകും, ഒരു ന്യായമായ വ്യാപാര ഇടപാട്. ഞങ്ങൾക്ക് യുക്തിരഹിതമായ വ്യാപാര ഇടപാടുകളായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഞങ്ങൾ ന്യായമായ ഒന്നിലേക്ക് എത്തുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.